എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. കസ്റ്റമേഴ്സിന് സ്റ്റാർ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കളേർഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പല കളേഴ്സിൽ ഇത് കിട്ടും. ഞാനിവിടെ യൂസ്ഡ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. A4 സൈസ് പേപ്പറാണിത്. ഇത് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തൊരു പേപ്പറാണ്. അപ്പോൾ ഒരു വശത്ത് മാത്രമേ അതിൻ്റെ പ്രിൻ്റ് ഉള്ളൂ. അതുകൊണ്ട് ആണ് ഈ പേപ്പർ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 സൈസ് ഇതുപോലത്തെ പേപ്പർ തന്നെ വൈറ്റ് കളറാണ് സ്റ്റാർ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് വശവും പ്രിൻ്റ് ഇല്ലാത്തത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി അതിൻ്റെ നടുക്ക് വച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒരു 2.5 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. ഇത് അടിവശത്തു നിന്നല്ല, നമ്മൾ ആ മടക്കിയേക്കുന്ന അതിൻ്റെ അരികത്തുനിന്ന്. അത് ആ നടുക്കത്തെ ആ മടക്കിന് നേരെ തന്നെ വരണം, നല്ല സെൻറ്ററായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ 2 കോർണറിൽ നിന്നും ഓരോ ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ടതങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അതുപോലെ ഈ 2 കോർണറും ഓരോ സെൻറ്റിമീറ്റർ വെച്ചിങ്ങനെ അടയാളപ്പെടുത്തണം. ഇങ്ങനെ അടയാളപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടത് ഒരേ വലിപ്പത്തിൽ വെട്ടി മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ വരച്ചു കൊടുക്കുക, എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നടുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ. ഇത് നമുക്ക് അടയാളപ്പെടുത്തി അളവിനൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഒരു ഏകദേശം ഇതാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക.
എന്നിട്ട് അതിൻ്റെ ഓരോ സൈഡും ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ ഇതുപോലെ. ഇനി എല്ലായിടത്തും ഇതേപോലെ മടക്കി കൊടുക്കുക. അങ്ങനെ 4 സൈഡിൽ ഇങ്ങനെ മടക്കി വയ്ക്കുക. നമുക്ക് ഒരു സൈഡിലത്തെ മാത്രമേ ആവശ്യമുള്ളൂ, മറ്റേ സൈഡിൽ നമുക്കിതുപോലെ മുറിച്ച് കളയാം. ഇനി കോർണറൊക്കെ ഒന്ന് ലൈനായിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ 5 എണ്ണം റെഡിയാക്കി വയ്ക്കുക. സാധാരണ സ്റ്റാറിന് ഇതുപോലെ 5 സൈഡല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് 5 എണ്ണം ആക്കിയത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഇനി ഓരോ അതിൻ്റെ മടക്കി വെച്ചേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് മുകളിൽ ആയി വരത്തക്ക രീതിയിലാണ് വയ്ക്കേണ്ടത്. എന്നിട്ട് അടിവശത്തുള്ള ട്രയാങ്കിളിൻ്റെ ആ മടക്കിയ ഭാഗം മുകൾ വശത്തെ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്കാക്കി ഗം ചെയ്യണം. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ അകത്തോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം മീതയ്ക്ക് മീതെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അതുപോലെ എല്ലാം ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് മീതെ വരുന്ന ആ ട്രയാങ്കിളിൻ്റെ ഇതുപോലെ മടക്കിയ ഭാഗം അത് ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ സ്റ്റാറിൻ്റെ ഒരു പകുതി പണി കഴിഞ്ഞു. സ്റ്റാറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഹോൾസ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കോർണറിലേക്കൊക്കെ വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് ഹോൾസ് ഇട്ട് കൊടുക്കുക 2 സൈഡിലും. ഇതേപോലെ എല്ലാത്തിനും ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി നടുക്ക് കെട്ടാനായിട്ട് ത്രെഡ് ഇട്ട് കൊടുക്കാം. ഇവിടെ ടൂത്ത് പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടൂത്ത് പിക്കോ കമ്പിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. 2 ഇതുപോലെ പീസ് വേണമെന്നേ ഉള്ളൂ. ആ ചരട് അതുമ്മ കെട്ടി വയ്ക്കാനാണ്. ഞാൻ ടോയിനാണ് എടുത്തേക്കണേ. ഏത് ടൈപ്പ് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ ഒരറ്റം ആ ടൂത്ത് പിക്കുമ്മ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ഇത്തിരി ഗ്ലൂവും കൂടി ചെയ്യുക. അതുപോലെ 2ഉം കെട്ടിയെടുക്കണം. രണ്ട് ചെറിയ പേപ്പറിൻ്റെ പീസ് എടുത്ത് ഗം വെച്ച് ആ മുകളിലത്തെ ട്രയാങ്കിൾ ഉണ്ടല്ലോ അതിൻ്റെ ഉൾവശത്തായിട്ട് അറ്റത്തൊട്ടിച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അവിടെയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അവിടെയാണ് നമ്മൾ ഹോൾ ഇട്ടിട്ട് ചരടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി കട്ടി വേണം അവിടെ, അതിനാണ് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡിലും ചെയ്തെടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. 2 ചരടും തമ്മിൽ നന്നായിട്ട് കൂട്ടിക്കെട്ടുക. ഇപ്പോൾ ഇതാ നല്ലൊരു സ്റ്റാർ ആയില്ലേ.
അപ്പോൾ യൂസ്ഡ് പേപ്പർ വെച്ച് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുത്തു അല്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് കൂടുതൽ ഭംഗിയാക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.